മോളെ മോളെ പെണ്ണെന്താണ് എന്താ ഇങ്ങനെ ഇരിക്കണേ? നീ വിഷമിക്കല്ലേ. ഞാനിപ്പോ ജോയിച്ചന്റെ വീട്ടിൽ പോയിട്ട് വരിക. ആ ജോയിച്ചന്റെ വീട്ടിൽ പോയി ഞാൻ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര വിഷമായി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞെന്താ അറിയോ, അവൻ എന്തെങ്കിലും ചെയ്യും, അവൻ ഇങ്ങോട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മയ്ക്കൊരു അമ്മ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു. ഓപ്പറേഷന് എത്ര പൈസ ചിലവാകുന്നുള്ള സാധ്യത പറഞ്ഞു. അപ്പം അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങോട്ട് വൈകുന്നേരം വരട്ടെ, നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോഴാണ് അമ്മയ്ക്ക് സത്യം പറഞ്ഞത് ഒരു സമാധാനമായത്. എന്താ ഒന്നുമില്ല അമ്മ. നിനക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ വേണ്ട? നമ്മൾ എത്ര ആളുകളോട് പൈസ ചോദിച്ചു, ആരെങ്കിലും നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നോ? എത്ര രൂപ വേണം? എത്ര ദിവസം അതിൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിഷമമുണ്ട്. അപ്പോൾ ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞാൽ എത്ര സന്തോഷം. ആ കേട്ടിട്ട് നിനക്കെന്തൊരു സന്തോഷം ഇല്ലാത്തേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായോ? ആ അപ്പൊ അയാൾ വൈകുന്നേരം വരും. അവൻ ചോദിച്ചാൽ അവൻ ഇത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്ത് നല്ല മനുഷ്യൻ. അത് കേട്ട ഉടനെ അവന് എന്താ വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമായി എന്നറിയോ. എത്ര ദിവസമായി നമ്മുടെ മോള് സ്കൂളിൽ പോയിട്ടും ഒക്കെ. ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? എപ്പോഴാ വരാ പറഞ്ഞേ? വൈകുന്നേരം, ചിലപ്പോൾ സന്ധ്യ ആവുമായിരിക്കും. നാലെന്താ നമുക്ക് അമ്മ പാലൊക്കെ ഉണ്ടെങ്കിൽ ലേശം വാങ്ങിച്ചോണ്ട് വരണം. നമുക്ക് എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കൊടുക്കണ്ടേ? അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളല്ലേ. എന്നാ അമ്മ പോയിട്ട് പാല് മേടിച്ചിട്ട് പോയോ? ഞാൻ ആ ജനലിന്റെ മുകളിൽ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മോളെ ഒന്ന് നോക്കണേ. ഞാൻ നോക്കി. ഇപ്പോഴാ സത്യത്തിൽ ഒരു സമാധാനായത്. അമ്മേ, ഓസ്മ ചേച്ചി, ഓ ചേച്ചി ആളില്ലേ? ഏയ് ഹാ, എവിടെ? എന്താണ് ഇവിടെ? ഉമ്മർത്ത് ആരും കാണുന്നില്ല. വന്നല്ല സമയത്തിന് തന്നെ. ആഹാ, ഇരിക്കി മോളെ. ജിൻസി എവിടെ? ഇവിടെ ഉണ്ട്. ജിൻസി, എന്തുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞില്ലേ അവൻ സമയത്തിന് വരുമെന്ന്. ജിൻസി, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ വിഷയങ്ങളൊക്കെ. മോനെ, എന്നാ സർജറി ഫിക്സ് ചെയ്തിട്ടുണ്ടോ? അതോ 15-ാം തീയതി ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലേ? 2-3 ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അതെ. അമ്മ പറഞ്ഞു വിഷയങ്ങളൊക്കെ. എന്താ ചെയ്യാ, മാറിക്കോളും. നമുക്ക് അതിനെന്താ വെച്ചാ പരിഹാരം ഉണ്ടാക്കാം കേട്ടാ. അല്ല മോനത് പറഞ്ഞതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആകെ ഒരു ആശ്വാസമായിട്ടിരിക്കുന്നത്. ഞാൻ മാത്രല്ല, നമ്മുടെ പരിസരത്തൊക്കെ ഇനി ആളുകളുണ്ടല്ലോ, അവരൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരൊക്കെ അല്ലേ, ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. അല്ല, കുട്ടി എങ്ങനെയാലും ഒന്ന് സ്കൂളിൽ പോണ കണ്ടാ മതി. മോളിപ്പോ എത്രയിലാ പഠിക്കുന്നത്? 2-ാം ക്ലാസ്സിൽ. അത് എവിടെ? ഇവിടെ അടുത്ത് തന്നെയല്ലേ? നല്ലോണം പഠിക്കുകയും ചെയ്യേ. പെട്ടെന്ന് അറിയാതെയല്ലേ ഇങ്ങനെയൊക്കെ വന്നത്. ചെറിയ കുട്ടിയല്ലേ. എന്തായാലേ നമുക്ക് എന്താ വെച്ചാ വേണ്ടതുപോലെ ചെയ്യാട്ടാ. ഞാനെന്നാ മെല്ലെ ഇറങ്ങിയാലോ? അല്ല, ചായ കുടിച്ചിട്ട്. ചായ വേണോ? ചായ ഒന്നും വേണം. അല്ല, ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. അല്ല വേണ്ട, നീ ഇവിടെ നിക്കേ. ചേച്ചി, ഞങ്ങളെല്ലാരും ഇപ്പൊ വന്നല്ലോ. ഇനിയിപ്പോ ഒരു മാസം കഷ്ടി ഇവിടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാ പോവും. നിന്റെ ഭർത്താവ് എന്താണ് ഇപ്പൊ ആളിങ്ങനെ വിട്ടുപോവാൻ? നീ നല്ല സുന്ദരിയാണല്ലോ. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ വിട്ടിട്ട് ഒരാള് പോടൂ? നീ കുട്ടിക്കാലത്ത് കണ്ട മാതിരി ഒന്നല്ല, ആകെ അങ്ങോട്ട് മാറി.
അന്ന് ഇത്ര നിറമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ല നിറമൊക്കെ വെച്ചു. ഞാനെന്നാണെങ്കിൽ ഇതുപോലൊരു സുന്ദരീനെ ഒരിക്കലും ഇട്ടിട്ട് പോവില്ല. അയാള് വിളിക്കാറില്ല? ഇല്ല, കുട്ടിക്ക് ഇങ്ങനെ അസുഖമായതിനു ശേഷം ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഉഫ്, ഒരു മണ്ടൻ തന്നെയാണല്ലോ അയാള്. നിന്നെയൊക്കെ പോലത്തെ ഒരാളേനെ ഇട്ടിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ. നീ നിക്ക്, ചായ അമ്മ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് വേണ്ടത് ചെയ്യാം കേട്ടാ. ജോയിച്ചൻ കൂടെ ഉണ്ടായിരിക്കും. ആ മോനെ ചായ. ആ ശരി. ഞാൻ പറയായിരുന്നേ, ആ ഭർത്താവ് ഇട്ടിട്ട് പോയ കാര്യങ്ങളൊക്കെ ആ എല്ലാം ഓരോ വിധി, അല്ലാതെ എന്താ ചെയ്യാ. ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതല്ലേ പറയണേ. ഓരോ ആൾക്കാരും ഓരോ തരക്കാരാണ്, ഓരോ സ്വഭാവക്കാരാണ്. അല്ല ഓരോ എന്താ ഇപ്പൊ പറയാന്. എന്റെ കുട്ടിയുടെ വിധി അത് തന്നെ. ഇനിയിപ്പോ അയാള് വന്നാലും തിരിച്ചു വന്നാലും സ്വീകരിക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ അല്ലേ. എന്തായാലും അവളതാ പറയണേ, ഇനി പോണില്ല എന്നാ പറയണേ. പക്ഷെ കുട്ടിയുള്ളതല്ലേ, കുട്ടിക്കൊരു അപ്പനില്ലാന്ന് പറഞ്ഞാ അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പല്ലാതെ എത്ര ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്, എത്ര കുട്ടികൾ വലുതായി, എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമുള്ള സംഭവമൊന്നുമല്ല. എന്തായാലും ഈ കാര്യത്തിൽ വിഷമിക്കണ്ട, ഞാനെന്നാ ഇറങ്ങാം. ശരിട്ടാ ജിൻസി, ഞാൻ പിന്നെ വരണ്ട ഇടയ്ക്ക് കേട്ടാ. ശരി. എന്തൊരു നല്ല മനുഷ്യനല്ലേ. ഇങ്ങനത്തെ ആൾക്കാരൊന്നും കിട്ടാനില്ല ഇപ്പൊ. അയാളുടെ നോട്ടും ഭാവമൊന്നും ശരിയല്ല. ഓ, നിനക്ക് ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ പിടിക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു കുറ്റം കാണും. അത് എന്ത് നല്ല സ്വഭാവമായിട്ടാണ് ഇവിടെ വന്നിട്ട് സഹായം ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞ് അതും നിനക്ക് വേണ്ട. എപ്പം അല്ലെങ്കിൽ നിനക്കിപ്പോ ഏതാ പറ്റല്? ചെക്കൻ പോയി എന്തായാലും. ഇപ്പം നാളെ വരുമായിരിക്കൂല്ലേ? നിനക്കെന്താ ഒരു സന്തോഷം ഇല്ലാത്ത? എന്താണ്? അയാളെ മട്ടമാതിരി ശരിയല്ല അമ്മ, എനിക്ക് ഉറപ്പാ. എന്റെ മോളെ, ഞാൻ അതിനെ എടുത്തോണ്ട് നടന്ന ചെക്കനാണ്. എത്ര കാലമായിട്ട് എനിക്കറിയാവുന്ന. അവൻ അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ല. ആളെ കണ്ട അറിഞ്ഞൂടെ? അമ്മയ്ക്ക് ഒന്നും അറിയാഞ്ഞിട്ടാ. അമ്മയ്ക്ക് എന്താ അറിയാ? ഈ നാലുകൂട്ടിനുള്ളിൽ നിൽക്കണ അമ്മക്ക് എന്തറിയാനാ? എന്നെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. അതിൽ ഓരോരുത്തരെയും എന്തൊക്കെ ദുരുദ്ദേശം വെച്ചിട്ടാണ് സഹായിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ അല്ല മോളെ ഇവൻ. അതുപോലെ എല്ലാരും അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നന്മ പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നന്മ വിചാരിച്ചിട്ട് ചെയ്യണ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇടയ്ക്കൊരു മുള്ള പോലെ ഇതും ഉണ്ട്. നിന്നോട് പറഞ്ഞെനിക്കും കഴിയൂല. ഞാൻ ആ മോളുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്. അങ്ങനെ ഒരാൾ സഹായിക്കുക, അതുമല്ല നമുക്ക് അറിയാവുന്ന കുട്ടിയല്ലേ. ഞാൻ എൻ്റെ ഒക്കത്ത് എടുത്തോണ്ട് നടന്ന ചെക്കനാണത്. എന്താ വെച്ചാൽ നീ ആലോചിച്ച് ചെയ്യ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പുറം വേദനിച്ചിട്ട് വയ്യ. ഞാൻ ഒന്ന് കിടക്കട്ടെ. എപ്പോഴും ഒരു സംശയവും. ജിൻസി നല്ല ഉറക്കത്തിലായിരുന്നു തോന്നുന്നു. ജിൻസി എന്താ പേടിച്ചോ? നിങ്ങളെന്താ ഇവിടെ? ഞാൻ പിന്നെ ഇവിടെ ഇല്ലാതെ ഇവിടെ. ഞാൻ പുറത്തു വന്ന് നോക്കിയപ്പോ സിറ്റ് ഔട്ടിലൊന്നും ആരുമില്ല. അമ്മയുടെ
അമ്മ പുറത്തെ തൊഴിലുറപ്പിന് പോയിക്കാം. ആ എനിക്ക് തോന്നി. വാതില് തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ ഉള്ളിൽ കയറി നോക്കിയപ്പോ ജിൻസിയുടെ മനോഹരമായ രൂപം. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. ഞാനെന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നത്? ഇവിടെ ഞാനും എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങും. ഞാനെന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നത്? നമുക്ക് കുറച്ചേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചൂടെ? ജിൻസിക്ക് എന്തോ ഒരു പരിഭവം ഉണ്ടല്ലോ എന്നോട്. എനിക്ക് ആരോടും പരിഭവമൊന്നുമില്ല. നിങ്ങളൊന്നും ഇറങ്ങോ? നീ ഇരിക്കടൂ, ഇരിക്കി. എന്താ നിന്റെ പ്രശ്നം? നീ പെട്ടെന്ന് ഉറക്കത്തുനിന്ന് എണീറ്റപ്പോഴേ എന്തോ ഒരു പ്രശ്നം. എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങളൊന്നും പോവോ? ആരെങ്കിലും വന്ന് കണ്ട ഇനി അത് മതി. ആരേലും വന്ന് കണ്ടാലെന്താ? ഞാനിവിടെ അടുത്തുള്ള ആളല്ലേ, നമ്മൾ അയൽവാസികളല്ലേ. നിന്റെ മോളെവിടെ? ഉറങ്ങിയോ? നിന്റെ കിടത്തം സൂപ്പറായിരുന്നു കേട്ടോ. ജിൻസി, നീ ഇങ്ങനെ പിണങ്ങിയിരിക്കല്ലേ. എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ അന്യനൊന്നല്ലല്ലോ. പിന്നെ മോളുടെ ചികിത്സക്ക് എല്ലാ ചെലവും ഈ ജോയിച്ചൻ വഹിച്ചോളാം. വേറെന്താ നിനക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിങ്ങളൊന്ന് പോയി വീട്ടിൽ നിന്ന്. നീ എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ അതിനെന്താ പറഞ്ഞത്? നിന്നെ സഹായിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. സഹായം? നിങ്ങളുടെ ഈ സഹായവും പറച്ചിലൊക്കെ എന്താന്ന് എനിക്ക് നല്ല മനസ്സിലായിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. നീ ഒന്ന് അടങ്ങ്. നിങ്ങളെപ്പോലെയുള്ള സ്വഭാവക്കാരൊരു കാര്യം മനസ്സിലാക്കണം. നീ എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെ ആവില്ല കേട്ടാ. എടോ, നിനക്ക് വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ് നീ. എന്റെ ഒരു തെറ്റിദ്ധാരണയല്ല. ഒന്നില്ലേ, എന്റെ ഒരു കുഞ്ഞിന് തീരെ വയ്യാത്തല്ലേ. നിങ്ങൾ എന്നെ ചെറുപ്പം മുതലേ കാണുന്ന ആളല്ലേ. നിങ്ങൾ എന്ത് മനുഷ്യനാ. അതുകൊണ്ടല്ലേ മോളെ ഞാൻ പറഞ്ഞത്, ഞാൻ എന്ത് വേണമെങ്കിലും സഹായിക്കാം. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളൊന്ന് പോയി തന്നാൽ മതി. നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് മാസം ഒരു 10,000 രൂപ ഞാൻ അയച്ചു തരാം. മോളെ ജിൻസി, നീ ഒന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ചു നോക്ക്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നീ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് ഞാൻ ചെയ്തു തരും. നേരത്തെ പറഞ്ഞ പോലെ 10,000 രൂപ മാസം തരും. മോളുടെ എല്ലാ ചെലവും വഹിക്കും. ഞാനിപ്പോ പോവാ. പക്ഷെ മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കും. എനിക്ക് ഒരാലോചനയില്ല. നിന്നെ പോലെയുള്ള അവന്മാരുടെ പ്ലാൻ അവരുടെ മനസ്സിലൊക്കെ എന്താന്ന് എനിക്കറിയാം. ഞങ്ങളെപ്പോലുള്ള അമ്മമാരെ ചൂഷണം ചെയ്യാനായിട്ട് നിങ്ങളെപ്പോലെ ആൾക്കാർ വരുന്നു ഞങ്ങൾക്കറിയാം. പക്ഷെ ഇതിനൊക്കെ ഉപരി ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വലുത്. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഇതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് തോന്നാ മോളെ. സ്വസ്ഥമായിട്ട് ആലോചിക്കും. എന്ത് വേണമെങ്കിലും നിന്റെ ലൈഫ് മാറ്റി മറിക്കാൻ. നീ എന്റെ ലൈഫ് മാറ്റി മറിക്കണ്ട. ഇപ്പോഴുള്ള എന്റെ ഈ ലൈഫ് തന്നെ മതി. നാണം കിട്ട് നിന്റെ കൂടെ ഒഴിഞ്ഞാടി നടക്കാനേ നിന്റെ വീട്ടിലെ പെണ്ണല്ല ഞാൻ. ഒഴിഞ്ഞാടി നടക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ കോൾ മാത്രം മതി. നിന്റെ തന്തയോട് പോയി പറ. ഇറങ്ങി പോടാ കുടുംബത്തിന്. എന്നെ തല്ലിയിറക്കരുത്. പണ്ട് എന്റെ വീട്ടിൽ നിന്ന് നീയും തിന്നുകൊണ്ടാ. അങ്ങനെ തല്ലിയിറക്കാനൊക്കെ പറ്റുമോ? നീ ഒരു പെണ്ണല്ലേ. നിങ്ങൾ നിന്റെ തോന്നല് മാത്ര. പെണ്ണാണോ അല്ലേ എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിന് ഒരു അല്പം ശക്തി കുറവാ ആണിന്റെ മുമ്പിൽ. എന്തേ, ശരിയല്ലേ? ഇറങ്ങടാ. എച്ചായപ്പോ പോവാ. പക്ഷെ മോള് സ്വസ്ഥമായിട്ട് ആലോചിച്ചോ. വീഡിയോ കോൾ. ഇത്രയും വലിയ രോഗം എൻ്റെ മോൾക്ക് തന്നതുകൊണ്ടല്ലേ ഇവനെപ്പോഴും നീച്ചമാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്. ഇങ്ങനെയൊക്കെ നശിച്ച് ജീവിക്കണേക്കാളും നല്ലതേ തൂങ്ങിച്ചാവണതാ.